ആ ശംഭുന്റെ കാൽക്കുലേഷൻ കണ്ടോ? കണ്ണ് കാണുന്നുണ്ട് എന്നാലും ദിയോ ശംഭു കൊച്ചിന്റെ കണ്ണു കുത്തിക്കേ. ആ കറക്റ്റ് ഡ്രസ് അല്ലടാ, അവൻ മുടിയില്ല പരട്ടിയ ഡോം വരെ. ആ ഇച്ചിരി കൂടെ. ആ കറക്റ്റ്. ആ ദിയോ വേണമെങ്കിൽ അവൻ കറക്റ്റായിട്ട് വായി വെച്ചേരും. എവിടെ എവിടെ ആ കസാട്ട ഫേസിലാണ് ഇവിടെ നടക്കുന്നത്. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ശംഭു ജയിച്ചിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പം നേരത്തെ കണ്ടില്ലേ, അത് ചെറിയൊരു ഫംഗ്ഷൻ വീട്ടിൽ നടന്നിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. ചിലവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താ ഫംഗ്ഷൻ എന്നൊക്കെ. അപ്പം ഞാൻ വഴിയെ പറയാം. അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് അതൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും പരിപാടിക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു അടിപൊളി പരിപാടിയായി മാറി. ചെറിയൊരു കേക്ക് മുറിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവർ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിഥികൾ ഇപ്പം വരും. ഇപ്പോൾ അധികം ഫംഗ്ഷനും ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ വെച്ചിട്ടാണ് നടക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വെച്ചിട്ട് നടത്താൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഏതായാലും എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഈ സെറ്റ് ചെയ്തതും ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിൽ പറയണം കേട്ടോ. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് അവരെത്തി. ഇതാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ബ്രൈഡൽ ഷവർ ആട്ടോ നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു അതിഥി കൂടി വരികയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങൾ ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടാണ് നടക്കണേ. ഓരോരുത്തരായിട്ട് വന്ന് ഫോട്ടോ എടുക്കലൊക്കെ നടന്നു. അതിന് ശേഷമാണ് പരിപാടി നടത്തുന്നത് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളാട്ടോ ഇത്. അപ്പം അവൾക്കിപ്പം 8 months കഴിഞ്ഞു കേട്ടോ. അവളുടെ വീട്ടുകാരൊക്കെ ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഹോട്ടലിലൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. അപ്പം ഇവരെ വീട് കുറച്ച് ദൂരമാണ് കേട്ടോ, ഏട്ടൻ്റെ വീട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ച് ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അവരെ പലഹാരം നിരത്തി വയ്ക്കലും വിളക്ക് കത്തിച്ചിട്ട് വളടിയിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അവരവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് നടന്നിരുന്നത്. പിന്നെ ഉച്ചയ്ക്കായിരുന്നു നമ്മൾ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്നായിരുന്നു ഉച്ചഭക്ഷണമൊക്കെ. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ പരിപാടിയാണ് ഈ കാണുന്നത് കേട്ടോ. അവൻ്റെ അനിയത്തിയും പിന്നെ ഏട്ടൻ്റെ മക്കളും എല്ലാവരും കൂടിയിട്ട് എല്ലാവർക്കും ഒരു സർപ്രൈസ് തന്ന പരിപാടിയായിപ്പോയത്. അവരും കൂടി അറിഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് പരിപാടിയാണെന്നുള്ളത്. പിന്നെ എല്ലാ ഇതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കേക്കും നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഓർഡർ ചെയ്തത്. അത് നമ്മുടെ വീട് മലപ്പുറമാണ്. അപ്പോൾ അവിടേക്ക് അവർ എത്തിച്ച് തരിക ചെയ്തത് കേട്ടോ. കേക്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏതായാലും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പം നമുക്ക് ഫംഗ്ഷനിലേക്ക് പോവാം. ഇതുവരെ സുഖജീവിതം കഴിഞ്ഞു. അത് മടക്കത്തോടെ സ്റ്റാർട്ട് ചെയ്തോട്ടെ സെഷൻ ആയിട്ട് നല്ല കാര്യമുണ്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു ഷോർട്ട് നോട്ടീസിലുള്ള ബേബി ഷവർ ആണ്. മാക്സിമം ഇതിലേക്ക് ചെയ്യാൻ പറ്റിയത്. അത് കൊള്ളത്തില്ലേ?
ഒന്ന് തിരിച്ച് കാണിച്ചു ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ഇടാൻ പറ്റുള്ളൂ. നേരത്തെ ലീക്കായി പോയി. കഴിക്ക് ഇവൻ അലക്കുമോ അയ്യോ കുട്ടീനെ വെച്ച് ശരിയായില്ല. തന്നെ കെട്ടിക്കൊടുക്ക. ഈ മൂക്ക് പിടിക്ക്. നോക്കിയില്ല അങ്ങനെ ഇതാ ചെയ്തിട്ടുണ്ട്. ഉള്ളത് ഫ്രണ്ട് രണ്ടുപേരെയും നോക്കണ്ടതാ. ഇപ്പോഴേ പറയൂ. ഇനി മുതൽ മിറ്റ് തന്നെ. ഫീഡ് ചെയ്ത് കൊടുക്കുക. കണ്ണുകണ്ടിരിക്കല്ലേ രണ്ടുപേരും. ആദ്യം ഒരാള് ഇപ്പൊ ശമ്പുചേട്ടനാണെങ്കിൽ മിട്ടൂര് ആദ്യം ഫീഡ് ചെയ്യണം. അങ്ങനെ നേരെ തിരിച്ച് ആദ്യം ആർക്കാണ്ടേ കൈ നോക്കിക്കോ. അതവൻ തപ്പി പിടിക്കട്ടെ. നീ മാറി എന്നിട്ട് മാറി കൊടുക്കേ. മിട്ടൂര് ഫീഡ് ചെയ്തു. കണ്ണി കുത്തണോ? ചെക്കന്റെ കാല് ഇറങ്ങിട്ടുണ്ടോ? കയ്യിലാ കൊടുക്കുന്നത്. സ്പൂണും കൊണ്ട് എടുത്തോടാ. ഒരു സ്പൂണും കൊണ്ട്
ഓ ഭാര്യ സ്നേഹം എന്ന് തോന്നുന്നു. പക്ഷെ അത് താടി വരാണ്ടിരിക്കാൻ വേണ്ടി അല്ലടാ. നീ ഇരിക്കാൻ പാടില്ല. പോട്ടെ. നേരെ വാ, നേരെ വാ, നേരെ വാ. ആള് മാറിപ്പോയി ഐശി. അവള് എനിക്ക് തന്നടാ. ഇപ്പൊ മനസ്സിലായോ ഇതില് ലീക്ക് ഉണ്ടായിരുന്നു. പോരട്ടെ, ഇനിയെങ്കിലും കറക്റ്റ് ചെക്കനെ കറക്റ്റ് നോക്കി കൊടുക്കണം കേട്ടോ. കേട്ടോണേ. ശമ്പുനെ മണക്ക് ശമ്പുനെ മണക്ക് ശമ്പുനെ. ടൈം വെക്കണം. എവിടെ? അയ്യോ നല്ല പൊന്നു പോലെ ഷർട്ട് കൊണ്ട് കടന്നവനാണേ. അയ്യോ കൊടുത്തോ. കൊള്ളാം. എങ്ങനെ പറഞ്ഞിട്ടില്ല. വിട്ടോ വിട്ടോ. നീ ഇവിടെ കണ്ടു പഠിക്കണേ. കേട്ടോ പ്രോത്സാഹിപ്പിക്കോ. ഓക്കെ 5 സെക്കൻഡ്സില് 5 4 3 2 1 സ്റ്റോപ്പ്. ഓക്കെ ഇവിടെ എത്രയാ? മുന്നോട്ട് കണ്ടോ. ഒരു ഗെയിം. ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യം ഓരോരുത്തരുടെ അടുത്തായിട്ട് ചോദിക്കാം. ഇപ്പൊ ശരിയാണെന്നുണ്ടെങ്കിൽ ശരി വൈറ്റ് പ്ലേറ്റ് പൊക്കി കാണിക്കും. അതിനനുസരിച്ച് പോയിന്റ് വരും. തെറ്റാണെന്നുണ്ടെങ്കിൽ റെഡ്. ഓക്കെ, ആദ്യം ആർക്കാ വേണ്ടേ? ഇത് റോങ്, ഇത് റൈറ്റാ. ആദ്യം ആർക്കാ വേണ്ടേ? ശമ്പുചേട്ടനാണ്. മിട്ടുവിന് എവിടെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം? ലടാ ഉഗാണ്ട. മിട്ടുവിന്റെ ഫുൾ നെയിം ശരിക്കുള്ള പേര് പറയണം കേട്ടോ. തെറ്റി. ഇത് തന്നെ എനിക്ക് തെറ്റി പറ്റിയ. അയ്യോ എടാ ഐഷി കളി നിർത്തിക്കോ. ഇത് 9 months എത്തൂല. മിട്ടുവിന് ആണാണോ പെണ്ണാണെന്നാണോ ആഗ്രഹം? എടാ ഐഷി അവന് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അവന്റെ ആഗ്രഹം പറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, ഡ്യൂ ഡേറ്റ് നീ അങ്ങനെ പറയരുത്. ഇവിടെ നീ ഞങ്ങൾക്ക് തന്നെ ഉത്തരം കട്ടുള്ളൂ. മിട്ടുവിന്റെ ഫേവറേറ്റ് ബുക്ക്? അത് മാത്രം. മിട്ടുവിന് ഈ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? നിന്നെ തല്ലെന്ന് ഒഴിച്ച്. മിട്ടു വേണമെങ്കിൽ തിരിക്കുന്ന ചവിട്ടാട്ടോ. അതിലൊന്നും ഞങ്ങള് ഗെറ്റിംഗ് പാമ്പേർഡ്. മിട്ടുവിന് എത്ര സിബ്ലിംഗ്സ്? ഫേവറേറ്റ് പ്ലേസ് ടു ഷോപ്പ് മിട്ടുവിന്? എടാ ഞാൻ പറഞ്ഞില്ല അവന് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. മിട്ടുവിന് മിട്ടുവിന്
അല്ല ഓൺലൈൻ സൈറ്റ് അവൾക്ക് പണിയെടുക്കാണ്ട. ഓൺലൈൻ ക്രേവിംഗ്. ബിഗസ്റ്റ് ക്രേവിംഗ് ഫുഡ്. പ്രഗ്നൻസിയിൽ ഏറ്റവും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഫുഡ്. അത് കൊറേ മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫേവറേറ്റ് സോങ്. ഞാൻ ചോദിച്ചതാ നീ അപ്പൊ പഠിച്ചിരിക്കാൻ ഒരു ചോയ്സ് കൂടി തരാം. അന്നപ്പോ ഞാൻ എന്താ പറയും ചേട്ടൻ അതേ അറിയത്തുണ്ടായിരിക്കും. റേഡിയോ വേർഷൻ റേഡിയോ വേർഷൻ ഉണ്ടോ? ഓഫ് ദാറ്റ് സോങ് പറഞ്ഞു. നീ മുതുമുത്തുക്കളെ മറ്റേ റേഡിയോ ഒക്കെ കേൾക്കുന്നവനല്ലേ, പറയടാ. ഏതോ രാത്രി മഴയിൽ ഓ മേരി ലൈല. മേരില്ല ഇല്ല. അല്ല എത്ര ആൻസർ കിട്ടിയാകെ? ഹലോ സിറ്റി. വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം മാറ്റി പിടിക്കാം. അല്ല ഒരു ആൻസർ തെറ്റാണ്. എന്താ ആലപ്പുഴ തന്നെ. പത്തനംതിട്ട. ആലപ്പുഴ പോലും റിജക്ട് ചെയ്ത സാധനമാണ്. കുഞ്ഞുമേവൻ പത്തനംതിട്ട തന്നെയാണ് ജനിച്ചത്. ഞാനിപ്പോഴാണ് അറിഞ്ഞത് അത്. എവിടെയാണ് ജനിച്ചത്? അത് അറിയണം. എവിടെയാണ് ജനിച്ചത്? അജയ് രാജ്. ഓ ഉത്തരം പറഞ്ഞിട്ട്. ഓ ഗുഡ് വൺ. ഫേവറേറ്റ് കളർ. നീലാകാശം. ഇല്ല എന്നാലും പറയില്ല. അറിയാം, മിട്ടുവിന് അറിയാം. കറക്റ്റ്. ഇറങ്ങിപ്പോയിക്കോ. അപ്പൊ നീ ഇപ്പൊ വന്ന ഒരു മാസം കൊണ്ട് ബ്ലൂ ആയിടാ. വണ്ണം തൊട്ട് എപ്പോ ബ്ലൂ ആയി? അണ്ട അവനും ഉണ്ട് മൂഡ് സ്വിങ്സ്. സ്പോർട്സ്. എല്ലാം പറഞ്ഞോ, ഏതെങ്കിലും കറക്റ്റ് ആവും. എടാ കറക്കി കുത്തിക്കോ. എന്നാലും ഏതാ കളിക്കാൻ ഇഷ്ടം? ജിമ്മൊന്നും അല്ല കേട്ടോ. ഫേവറേറ്റ് പ്ലേസ് ടു ഷോപ്പ്. ഞാൻ പറഞ്ഞില്ലേ കടയെ അവള് പറയുള്ളൂ. അയ്യോ ഇപ്പൊ മനസ്സിലായോ നിങ്ങൾ എന്തിനാ തിരിച്ചിരുത്തിയെന്ന്? തല്ലി പിരിയാണ്ടിരിക്കാൻ വേണ്ടിയാ. ഇതൊക്കെ പറഞ്ഞാൽ പോകാറുള്ളത് കേട്ടോ. പുറത്ത് വന്നേ ചെയ്യാൻ പറ്റും. ഫേവറേറ്റ് ഫുഡ്. ഗുഡ് വൺ. സ്കോർ സ്കോർ. ശംഭു തല ഉയർത്തിപ്പിടിക്കണോ? പരിപ്പോടെ ആയിരിക്കും. ചപ്പാത്തി അവന് കുഴയ്ക്കാൻ ഇഷ്ടമാണ്. അതെ ചപ്പാത്തി നന്നായിട്ടുണ്ടാക്കും. അതെ നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു തീരുമാനമാവും. ഓ ഇവനെ വാരുന്ന് വിചാരിച്ച് ഇവൻ കഞ്ഞി പറയാത്തതാ. കഞ്ഞി പറയാത്തതാ. എടാ കഞ്ഞിന്ന് അപ്ഗ്രേഡ് ചെയ്ത് പൊറോട്ടയും ബീഫും ഒക്കെ.
വിട്ടു ശംഭുചേട്ടന്റെ ബേബി ബോയ് ആണോ ബേബി ഗേൾ ആണോ വേണ്ടത്? ബേബി ഗേൾ. എന്തായാലും കുഴപ്പമില്ല, ബേബി ഗേൾ. ആ ചേച്ചി എങ്ങനെയാ മിട്ടു ഒന്നാണോ 10? അടി ഉറപ്പാ? ശംഭുചേട്ടന്റെ ഫേവറേറ്റ് ഡ്രിങ്ക്? എടാ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്നത് പറയാൻ മതി കേട്ടോ. അച്ഛ അതൊക്കെ സ്റ്റാൻഡേർഡ്. ഇവൻ കള്ള് വാറ്റ് ശംഭു ഇങ്ങോട്ട് നോക്ക്. കണ്ടിട്ട് കൊടുത്തപ്പോഴേ വിരലോട് ഇങ്ങനെ തപ്പിട്ട് ഇങ്ങനെ അത് കഴിയുമ്പോ പറഞ്ഞെടുക്കുക. ജ്യൂസ് ഏതാ ഇഷ്ടമാണ്? ജ്യൂസ് അയ്യോ പാൽ കഞ്ഞി അവനിഷ്ടം. പാലും കഞ്ഞിയും. ഇവ ശരിയാവല്ലോ. ശംഭുചേട്ടന്റെ വെക്കേഷന് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം? ഓ ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് പോയല്ലോ ഒരു സ്ഥലം, പട്ടായ. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോട്ടേന്ന്. കഞ്ഞി. ശംഭുചേട്ടന്റെ ഫേവറേറ്റ് സോങ്? ലാ 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 ലാ. എടാ മിട്ടു അവന് ഇഷ്ടമല്ലാത്ത ഒരെണ്ണം പറഞ്ഞാൽ മതി. ഇതുവരെ എല്ലാം തള്ളിക്കൊണ്ടിരിക്കുവായിരുന്നില്ല അവൻ. അല്ല യേശുദാസിന്റെ പാട്ട് പാടിക്കും. മിഴികൾ എന്തുണ്ടാക്കി ചെറുഞാറു നടന്നൊരു കാല് തന്നു ഓടി നടന്നൊരു പെണ്ണി കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടു വരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തൊട്ടോരത്തുള്ളൊരു കൈത്തോലക്കൂട്ടത്തിനോരത്തു നിൽക്കണൊരമരത്തിൽ ചോട്ടിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണേ പൂവുകൾ കൊണ്ടുപോയോ പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയുമെടുത്ത് ചെറുനാറു നടന്നൊരു കാല് തന്ന് ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് കാണിച്ചിട്ട് യേശോദമ്മ വായ തുടക്കം പറയും. വായ തുറന്നപ്പോ അതിൻ്റെ അകത്ത് എഴുത്ത് 3 ഷണ്ണ പ്ലാനറ്റ് എല്ലാം ഉണ്ട്. എന്നിട്ട് യേശോദാമ്മ കറങ്ങി വീണു. എന്നിട്ട് നന്ദരാജാവ് ഓടി വന്നു. എന്നിട്ട് യേശോദാമ്മന്റെ അടുത്ത് പറയുവോ യേശോദാമ്മേ കൃഷ്ണ മണ്ണു അരി കഴിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് നന്ദരാജാവ് പറയണ ഇല്ല നമ്മുടെ കൃഷ്ണൻ സ്പെഷ്യൽ പവർ ഉണ്ട്. നവനീത ചന്ദ്രിക പൊങ്ങി അറിയാതെ എന്നിലെ
പാട്ടിന് ശേഷം അന്ത്യാക്ഷരിയും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്കൊക്കെ മടങ്ങി കേട്ടോ. എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, ബാക്കി എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.